രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ പോലീസ് അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? മൊത്തം ആ പെൺകുട്ടികളുടെ കുടുംബത്തെയും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെയും സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വിവരമാണ് രാവിലെ തന്നെ വന്നത്. 6 മണിയോടുകൂടി താനൂർ സ്റ്റേഷനിൽ നിന്ന് SI അടക്കമുള്ള സംഘം പൂനെയിലേക്ക് തിരിച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടി അവിടെ എത്തും എന്നാണ് അവർ കരുതുന്നത്. അവിടെ നിന്ന് ഈ RPFന്റെ കസ്റ്റഡിയിലാണ് പെൺകുട്ടികൾ ഇപ്പോഴുള്ളത്. പെൺകുട്ടികളെ RPF കൈമാറും. അതിനുശേഷമാണ് തിരികെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരിക. എന്തായാലും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുക എന്നത് തന്നെയാണ് പ്രാഥമികമായ കാര്യമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം കുട്ടികൾ RPFന്റെ കസ്റ്റഡിയിലായ സമയത്ത് തന്നെ ആദ്യമേ തന്നെ പോലീസിനോട് പറഞ്ഞത് വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ വഴക്കു പറയുമെന്ന പേടിയുണ്ട്. വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട് വിട്ടിറങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് കൃത്യമായി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് നൽകുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും. പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികളാണ് 2 കുട്ടികൾ. അതിലൊരു കുട്ടിക്ക് മാത്രമേ ബുധനാഴ്ച പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടി സ്കൂളിലേക്ക് എത്തിയില്ല എന്ന്, പരീക്ഷ എഴുതാൻ വന്നിട്ടില്ല എന്ന് സ്കൂളിലെ അധ്യാപകരാണ് വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത്. അപ്പോൾ മറ്റേ കുട്ടിയുടെ വീട്ടിലേക്ക് കൂടി വിളിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് കൃത്യമായി അന്ന് പരീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അവർ അങ്ങനെയാണ് വീട് വിട്ടിറങ്ങുകയും പിന്നീട് കോഴിക്കോട് എത്തുകയും അവിടെ നിന്ന്